ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈഗൽ ലേണിംഗ്. നിങ്ങളുടെ ലച്ചൂമസ് ആണ്. ഇനി നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് നിർണായക സമയമാണ് അല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നല്ല മാർക്ക് നേടുക എന്നുള്ളതല്ലേ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഇനിയുള്ള സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാമിന്റെ സമയത്ത് ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതിന് വേണ്ട ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതാനും സാധിക്കുള്ളൂ. സോ നിങ്ങളെ കൊണ്ട് പറ്റുമടാ, പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് എനിക്ക് പറയാനുള്ളത്, നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും റെഡിയാടാ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ നമുക്ക് ഒന്നിച്ച് പഠിച്ച മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത്തവണത്തെ എക്സാം അടിപൊളിയായിട്ട് തന്നെ എഴുതാം കേട്ടോ. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് 1 മാർക്കിന്റെ 30 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചേ, കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിലെ 40 മാർക്കിന്റെ ചോദ്യമാണ്. ഇവിടെ നിന്ന് നമുക്ക് എത്ര മാർക്ക് കിട്ടി? 30 മാർക്കിന്റെ ചോദ്യം കിട്ടിയില്ലേ. സോ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, റെലവെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ചാർജ് ഓഫ് കാത്തോഡ് റേസ്, കാത്തോഡ് രശ്മികളുടെ ചാർജ് എന്താണെന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ വർഷം ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. എന്നാൽ ഈ വർഷം കാത്തോഡ് റേസിനും ആനോഡ് റേസും നമ്മൾ പഠിച്ചേ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ. കാത്തോഡ് റേസിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹാവിംഗ് എ നെഗറ്റീവ് ചാർജ്. ശ്രദ്ധിക്കണേ, കാത്തോഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേസ് ആണ് കാത്തോഡ് റേസ്, നെഗറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ആനോഡ് റേസിന്റെ ചാർജ് എന്താണ്? ആനോഡ് റേസ് ആനോഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഹാവിംഗ് പോസിറ്റീവ് ചാർജ് അല്ലെ. ഈ ആനോഡ് റേസിനെ തന്നെയാണ് കനാൽ റേസ് എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് കനാൽ റേസിന്റെ ചാർജ് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? കനാൽ റേസ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ്. അതുപോലെ ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്, കാത്തോഡ് റേസ് ഐഡന്റിഫൈ ചെയ്തത് ആരാണ്? കാത്തോഡ് റേസ് ഐഡന്റിഫൈ ചെയ്തത് വില്യം ക്രൂക്സ് ആണ്. അതേപോലെ ആനോഡ് റേസ് ഐഡന്റിഫൈ ചെയ്തത് ആരാണ്? നമ്മുടെ ഗോൾഡ്സ്റ്റീൻ ആണ്. ഈ ഒറ്റ ചോദ്യത്തിൽ നിന്ന് നമ്മൾ എത്ര ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഏത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം അല്ലെ. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഓരോരോ ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വെറൈറ്റി ഓഫ് ഏരിയാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. കാരണം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാവട്ടെ. അവർ നന്നായിട്ട് പഠിക്കട്ടെ, അവർക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ കേട്ടോ. ആ ഒരു കോൺഫിഡൻസോട് കൂടി വേണം മക്കള് എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ നിങ്ങളെ തീർച്ചയായിട്ടും ലാസ്റ്റ് കാണാം. ഓരോരോ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യങ്ങൾ തന്നെയാണ് എക്സാമിന് നിങ്ങൾ കാണാനും പോകുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫില്ലപ്പ്. പ്രോട്ടോൺ തന്നിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന്റെ ചാർജ് ആണ് ചോദിച്ചത്. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് എന്ന് എഴുതി വെക്കരുത്. ന്യൂട്രോണിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇസ് എ ചാർജ്ലെസ് പാർട്ടിക്കിൾ, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റീവ് കണ്ടതുകൊണ്ട് താഴെ എന്ത് ചെയ്യരുത്? നെഗറ്റീവ് ചാർജ്. ശ്രദ്ധയില്ലാതെയാണ് നിങ്ങൾ ചെയ്യുക, അറിയാഞ്ഞിട്ടല്ല, ശ്രദ്ധയില്ലാത്തത് കൊണ്ട് മാറിപ്പോവാനാണ് ചാൻസ്. നെഗറ്റീവ് ചാർജ് അല്ല, ന്യൂട്രോണുകളുടെ ചാർജ് എന്താണ്? ചാർജ്ലെസ് ആണ്. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺസ്. പിന്നെ നമ്മുടെ പോസിറ്റീവ് ചാർജ് വരുന്നത് ആരാണ്? പ്രോട്ടോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ് വരുന്നത്? യെസ്, നെഗറ്റീവ് ചാർജ് ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ചോദ്യം, ആക്ടിനോയിഡ്സ് ബിലോങ് ടു ദ ഡാഷ് പീരീഡ് ഓഫ് പീരിയോഡിക് ടേബിൾ. ആക്ടിനോയിഡുകൾ എത്രാമത്തെ പീരീഡിലാണ്? 2 ആളുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും അല്ലെ. ലാന്തനോയിഡ്സിന്റെ പ്രത്യേകത എന്താണ്? 6th പീരീഡിലുള്ള ആളുകളാണ് ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. 7th പീരീഡിലുള്ള ആളുകളാണ് ഏത്? ആക്ടിനോയിഡ്സ് അഥവാ ആക്ടിനോയിഡുകൾ. ഇപ്പൊ നോക്കണേ, പരീക്ഷക്ക് ആക്ടിനോയിഡ് ആണ് ഇവിടെ പറഞ്ഞതെങ്കിൽ ചിലപ്പോൾ എക്സാമിന് ഏതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? ലാന്തനോയിഡുകൾ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇനി അടുത്ത ചോദ്യമാണ്, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഹാവിംഗ് അറ്റോമിക് നമ്പർ 12 ഇസ് ഗിവൺ. അറ്റോമിക് നമ്പർ 12, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഗ്രൂപ്പ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ടു. ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ചിട്ട് ഗ്രൂപ്പ് കണ്ടെത്തുന്നത്? ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ നോക്കിക്കേ. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്ന ആളാണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഇവിടെ നോക്കുക, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് 2ാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന ആളാണെന്ന് പറയാം. ഇനി ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3, 4, 5, 6, 7, 8 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ പറഞ്ഞ നമ്പറിന്റെ കൂടെ 10 ആഡ് ചെയ്തിട്ടാണ് അവരുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 + 10 13ാമത്തെ ഗ്രൂപ്പ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 5 + 10 എത്രയാണ്? 15ാമത്തെ ഗ്രൂപ്പ് എന്നാണ് കണ്ടെത്തുക. സോ ഇത്ര മനസ്സിലാക്കി വെക്കാം. ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യമാണ്, ഐഡന്റിഫൈ ദ ആനയോൺസ് ഫ്രം ദ ബോക്സ്. ആനയോണുകളെ കണ്ടെത്താൻ
എഴുതാൻ പറഞ്ഞു. ഇതൊരു കൺഫ്യൂസിംഗ് ആണ്. പല മക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ വരും. ആനയോൺസ് നെഗറ്റീവ് ആയിരുന്നോ പോസിറ്റീവ് ആയിരുന്നോ, അയ്യോ മിസ് ഞാൻ പഠിച്ചതാണ് വിട്ടുപോയി. ക്ലൂ അല്ലെങ്കിൽ ട്രിപ്പല്ല ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. ആനയോൺസ് നമ്മൾ എങ്ങനെയാ എഴുതാ? ANION എന്നല്ലേ ഇടാം. ഈ N എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് ആലോചിക്കാം. അപ്പൊ ആനയോൺസിന് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ് ആടാ. ഇവിടെ തന്ന നെഗറ്റീവ് ചാർജ് ഉള്ള ആളുകൾ ആരൊക്കെയാണ്? യെസ്, നമ്മുടെ Cl മൈനസും O2 മൈനസും ആണല്ലേ. നെഗറ്റീവ് ചാർജ് ഉള്ള അയോണുകൾ ഏതാണോ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനയോൺസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാറ്റയോൺസിനെ നമ്മൾ എന്താ പറയുക? കാറ്റയോൺസ് ഏതായിരിക്കും? പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസ് അല്ലേ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ടി എന്ന് പറയുന്നത് പ്ലസ് ആയിട്ട് ആലോചിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കാറ്റയോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്. ഈ തന്നതിൽ കാറ്റയോൺസ് ഏതാണ്? യെസ്, ഈ രണ്ടാളുകളാണ് കാറ്റയോൺസ് വരുന്നത്. പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകളാണ്. പരീക്ഷയ്ക്ക് ഇത് 1 മാർക്കിനും ചോദിക്കാം, 2 മാർക്കിനും ചോദിക്കാം. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. വാട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ M ഷെൽ? ഓരോരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ KL MN ഷെല്ലുകളുണ്ട്, എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം കൊടുക്കാൻ പറ്റുമെന്ന് പഠിച്ചിരിക്കണം. K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, L ഷെല്ലിൽ 8, M ഷെല്ലിൽ 18, N ഷെല്ലിലാണെങ്കിലോ 32 ഇലക്ട്രോൺസ് ആണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിൽ ചോദിച്ചത് ഏതാണ്? യെസ്, M ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? M എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇനി അടുത്തത് നൈട്രജൻ ഇസ് എ ഡയറ്റോമിക് മോളിക്യൂൾ. നൈട്രജൻ എന്ന് പറയുന്നത് ദ്വയ അറ്റോമിക തന്മാത്രയാണ്. വിച്ച് ടൈപ്പ് ഓഫ് കോവലന്റ് ബോണ്ട് ഇസ് പ്രസന്റ് ഇൻ ദിസ് മോളിക്യൂൾ? ഏത് തരത്തിലുള്ള സഹസംയോജക ബന്ധനമാണ്? ഏകബന്ധനം സിംഗിൾ ബോണ്ട് ആണോ? ദ്വിബന്ധനം ഡബിൾ ബോണ്ട് ആണോ? ത്രിബന്ധനം ട്രിപ്പിൾ ബോണ്ട് ആണോ? നൈട്രജന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ 7 ആണല്ലേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2,5 ആണ്. നൈട്രജൻ എന്താ ചെയ്യുന്നത്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ആവാൻ 3 ഇലക്ട്രോൺസും കൂടി വേണം. അപ്പൊ നൈട്രജൻ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും 2 നൈട്രജൻ ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും 3 ഇലക്ട്രോണുകളെ പങ്കുവെക്കും. അതായത് 3 pairs ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നൈട്രജന്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് പറയാം അല്ലെ. നൈട്രജന്റെ ഇടയിൽ എത്രയാണ്? ഇതൊരു പെയർ, ഇത് രണ്ടാമത്തെ പെയർ, ഇത് മൂന്നാമത്തെ പെയർ. അപ്പൊ ടോട്ടൽ എത്ര പെയറാണ്? 3 പെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അവിടെ യെസ് ട്രിപ്പിൾ ബോണ്ട് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ മാർക്ക് ചെയ്യണേ. ത്രിബന്ധനമാണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പൊ നോക്കുക, നമ്മൾ നൈട്രജൻ കണ്ടു 1 മാർക്കായേ. ഓക്സിജൻ ആണെങ്കിലോ യെസ് O2 ഡബിൾ ബോണ്ട് ആണ്, ദ്വിബന്ധനമാണ്. ക്ലോറിൻ ആണെങ്കിലോ Cl2 സിംഗിൾ ബോണ്ട് ആണ്. അതുപോലെ ഹൈഡ്രജൻ ആണെങ്കിലോ H2 സിംഗിൾ ബോണ്ട് ആണ്. പഠിച്ചു വെക്കുക, ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. സോ ഇതേ ചോദ്യം തന്നെയാണ് നമ്മൾ 2-3 എക്സാമ്പിൾസ് വെച്ച് നമ്മൾ കണ്ടതല്ലേ. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, there are 13 electrons, 13 protons and 14 neutrons in an atom. What is the atomic number? അറ്റോമിക് നമ്പർ കണ്ടെത്താനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റോമിക് നമ്പറിനെയാണ് നമ്മൾ Z എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണവും, അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണവും. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 13 ഇലക്ട്രോൺ 13 പ്രോട്ടോൺ എന്ന് തന്നിട്ടുണ്ട്. അതായത് അറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും സെയിം ആണ്, 13 തന്നെയാണ്. ഇവിടെ 1 മാർക്ക് കിട്ടിയേ. എന്നാൽ വേറൊരു മാർക്കിന്റെ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങളടുത്ത് ചോദിക്കുകയാണ് മാസ് നമ്പർ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണേ. ഞാൻ ഇവിടെ എഴുതാം. മാസ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? A ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മാസ് നമ്പറിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? യെസ്, ഒരു ആറ്റത്തിന്റെ സെന്ററിലാണ് എന്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂക്ലിയസ് ഉള്ളത്. ആ ന്യൂക്ലിയസിന്റെ അകത്താണ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. മാസിന് കാരണക്കാരായത് ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രോട്ടോണും ന്യൂട്രോണുമാണ് എന്ത് ചെയ്യുന്നത്? മാസിന് കാരണക്കാരനാവുന്നത്. അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 13 പ്രോട്ടോൺ. ഇത് ഞാൻ 12 എഴുതി അല്ലെ. 13 പ്രോട്ടോണിന്റെ കൂടെ 14 പ്രോട്ടോണുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 27 കിട്ടിയല്ലേ. നോക്കിക്കേ, 4 5 6 7 2 27 ആണ് എന്ത് വരുന്നത്? മാസ് നമ്പർ വരുന്നത്. ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാനേലൂടെ. വേറൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മാസ് നമ്പർ കണ്ടുപിടിക്കാനാണ് 6 പ്രോട്ടോൺ 6 ഇലക്ട്രോൺ 7 ന്യൂട്രോൺ. നിങ്ങൾ 3 എണ്ണം കണ്ടുപിടിക്കണേ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞുതരാം. മാസ് നമ്പർ കണ്ടുപിടിക്കണം, അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചിലപ്പോൾ എഴുതാൻ ചോദിക്കും. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കണ്ടുപിടിക്കണം. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 13 എന്ന് ലഭിച്ചു. യെസ്, അറ്റോമിക് നമ്പർ
നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ സെയിം ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെ സെയിം ആണ്, 6 എന്ന് നമുക്ക് ലഭിച്ചു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എന്ത് ഉപയോഗിച്ചിട്ടാണ് എഴുതുക? ഇലക്ട്രോണുകൾ ഉപയോഗിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ ഉപയോഗിച്ചിട്ടാണ് അല്ലേ? 6 ആയതുകൊണ്ട് 2 പ്ലസ് നമുക്ക് എന്ത് എഴുതാം? 4 എന്ന് എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞിടാ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, വിച്ച് ഐസോടോപ്പ് is used to determine the age of fossils? ഫോസിലുകളുടെ ഏജ് നിർണ്ണയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ-14 ആണ്. ഈ ഐസോടോപ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക, ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. യെസ്, അതേപോലെ അടുത്ത ചോദ്യമാണ്, വിച്ച് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഇസ് യൂസ്ഡ് ഇൻ അറ്റോമിക് റിയാക്ടർ? ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ചോദിച്ചത്. H12 എന്ന് പറയുന്നത് ആരാണ്? ഡ്യൂട്ടീരിയം ആണ്. അപ്പൊ ശ്രദ്ധിക്കണേ, നിങ്ങൾ അറ്റോമിക് റിയാക്ടേഴ്സ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ന് കാണുമ്പോഴത്തേക്ക് പോയിട്ട് യുറാനിയം 235 എന്ന് എഴുതരുത്. ഇവിടെ ചോദിച്ചത് ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ്. അത് ഏതാണ്? H12 ആണ്, ഡ്യൂട്ടീരിയം ആണ്. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത്, draw the orbit electronic configuration of boron. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 5 ആണ്, അതുപോലെ തന്നെ മാസ് നമ്പർ തന്നിട്ടുണ്ട് 11 ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? യെസ്, 5 ഇലക്ട്രോണുകളാണുള്ളത്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വരയ്ക്കുന്നു, രണ്ടാമത്തെ ഷെല്ലിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കി 3 ഇലക്ട്രോൺസ് വരച്ചു അല്ലേ? ഇതെവിടെ നിങ്ങൾക്ക് കാണാം. ഇനി ഇത് കംപ്ലീറ്റ് ആണോ? അല്ല, പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും നമ്മൾ എഴുതണ്ടേ? പ്രോട്ടോൺ എന്ന് പറയുന്നത് 5 ആണ്, കാരണം അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കുക? 11 നിന്ന് ഞാൻ 5 മൈനസ് ചെയ്യാണ്, 6, 7, 8, 9, 10, 11. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 6 ന്യൂട്രോൺ എന്ന് കിട്ടി. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് ന്യൂട്രോണുകളുടെ എണ്ണം 6 ആണെന്ന് എഴുതാണ്. ക്ലിയർ ആണോ? ഇവിടെ ശ്രദ്ധിച്ച്, അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണം അതുപോലെ തന്നെ ന്യൂട്രോണുകളുടെ എണ്ണവും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഹു പ്രൊപ്പോസ് ദ മോഡേൺ പീരിയോഡിക് ലോ? മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവന്നിരിക്കുന്നത് ഹെൻറി മോസ്ലി ആണ്. മാത്രമല്ല പീരിയോഡിക് ലോ പഠിക്കണം, 2 മാർക്കിന് ചോദിക്കും. എന്താണ്? യെസ്, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അയ്യോ, എന്തോ വര വീണു അല്ലേ? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ് ആ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ മക്കൾ മിക്കപ്പോഴും ഒന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ചോദ്യം. എന്താണ്? വിച്ച് ഇസ് ദ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഓഫ് എൻ ആറ്റം ദാറ്റ് can be placed when they undergo chemical reaction? ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത് മറ്റ് ആറ്റങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്ഥാനമാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ള കണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സ്ഥാനമാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് 3 ആണുള്ളത്, പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്. അവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ അല്ലേ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്, കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇതാരാണ്? ഇലക്ട്രോൺ ആണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ സ്ഥാനമാറ്റം സംഭവിക്കുന്നത് ആർക്കാണ്? നമ്മുടെ ഇലക്ട്രോൺ ആണ് കേട്ടോ. ഇനി ഇവിടെ നമ്മുടെ ആര് തന്നിട്ടുണ്ട്? മെഗ്നീഷ്യത്തിന്റെ യെസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. വാലൻസി അഥവാ സംയോജകത കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വാലൻസി എങ്ങനെയാ കണ്ടെത്തുക? ഔട്ടർമോസ്റ്റ് ഈ 2 ഇലക്ട്രോണെ എന്താ ചെയ്യുന്നത്? ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ വാലൻസി, മെഗ്നീഷ്യത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. കാരണം എന്താണ്? 8 ആവാൻ വേണ്ടി ഈ 2 ഇലക്ട്രോൺസിനെ മെഗ്നീഷ്യം വിട്ടുകൊടുക്കുന്നു. സോ വാലൻസി നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി കേട്ടോ. അതേപോലെ ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? യെസ്, ഹയസ്റ്റ് സ്റ്റെബിലിറ്റി ഉള്ള എലമെന്റ് ഏതാണ്? ഏതിനാണ് സ്ഥിരത കൂടിയത് എന്നാണ് ചോദിച്ചത്. സ്ഥിരത കൂടണമെങ്കിൽ എന്തായിരിക്കണം? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ആയിരിക്കണം. തൊട്ട് മുന്നേ പറഞ്ഞു സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തത് അല്ലേ? അപ്പൊ ഈ തന്നതിൽ സ്ഥിരതയുള്ളത് ഏതാടാ? യെസ്, നമ്മുടെ ഈ കാണുന്ന ബി ആണ്. കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ആണെങ്കിൽ സ്ഥിരത കൈവരിച്ചു എന്നാണ് അർത്ഥം. ഇറ്റ് ഇസ് എ നോബിൾ ഗ്യാസ്. ഏതാണ്? നോബിൾ ഗ്യാസ് ആണ് കേട്ടോ. ഇനി ഐഡന്റിഫൈ ദ സബറ്റോമിക് പാർട്ടിക്കിൾ ഹൂസ് നമ്പർ ഇസ് ഡിഫറെന്റ് ഇൻ ഐസോടോപ്സ്. ഐസോടോപ്പുകളിൽ ഏത് സബറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്? പ്രോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്. ഒന്ന് ആലോചിക്കണേ. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം എന്താണ്? അറ്റോമിക് നമ്പർ ആണ്, എന്നാൽ ഡിഫറെന്റ് എന്താണ്? മാസ് നമ്പർ അല്ലേ? മാസ് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമാണ്. അതായത് പ്രോട്ടോണുകളും ഇലക്ട്രോണും സെയിം ആയിരിക്കും അല്ലേ? അപ്പൊ അവിടെ വ്യത്യാസം വരുന്നത് ആരാടാ? ന്യൂട്രോണുകളുടെ എണ്ണമാണ്. ആരുടെ എണ്ണമാണ്? ന്യൂട്രോണുകളുടെ എണ്ണമാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. പഠിച്ചു മനസ്സിലാക്കി വെക്കണേ. അങ്ങനെയാണെങ്കിൽ യെസ്, അടുത്ത ചോദ്യം, ഹൂ ഹാസ് ഡിസ്കവേർഡ് ഇലക്ട്രോൺ? എടാ കണ്ണടച്ചു മാർക്ക് ചെയ്തോളൂ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് J.J. തോംസണും പ്രോട്ടോൺ. ഓക്കെ, അടുത്ത ഇതാണ്
പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏർണസ്റ്റ് റുദർഫോർഡുമാണ്. പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്. ജെയിംസ് ചാഡ്വിക് കണ്ടുപിടിച്ചത് എന്താണ്? യെസ്, നമ്മുടെ ന്യൂട്രോണുകളാണ്. പ്രോട്ടോൺ റുദർഫോർഡ്, ഇലക്ട്രോൺ ജെ.ടി. തോംസൺ, ന്യൂട്രോൺ ഏതാണ്? നമ്മുടെ ജെയിംസ് ചാഡ്വിക് ആണ് കേട്ടോ. അതേപോലെ ഈ ഒരു ചോദ്യം ആനയോൺ എന്താണെന്നും കാറ്റയോൺ എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പോസിറ്റീവ് അയോണുകളെ ആനയോൺ എന്നും പോസിറ്റീവ് അയോണുകളെ കാറ്റയോൺ ഇവിടെ എഴുതിയിട്ടുണ്ടേടാ. യെസ്, പോസിറ്റീവ് അയോണുകളെ കാറ്റയോൺ എന്നും നെഗറ്റീവ് അയോണുകളെ ആനയോൺ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായം, ഈ ക്ലാസ് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.